അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ അധ്യക്ഷൻ ശിഹാബ് പൂക്കോട്ടൂർ, വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ റഷീദ് അലി ശിഹാബ് തങ്ങൾ, റഹീം സാഹിബ്, പ്രിയങ്കരനായ അലിയാർ കാസിമി അവർകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇത്തരം വിഷയത്തെ അധികരിച്ചുകൊണ്ട് വഖഫ് നിയമ ഭേദഗതിയുമായി വന്ന് ഒരു സംയുക്തമായ ഒരു മീറ്റിംഗ് വിളിക്കണമെന്ന് ആദ്യം തന്നെ തീരുമാനമെടുക്കുകയും അങ്ങനെ ഒരു മീറ്റിങ്ങിന് അവസരമുണ്ടാക്കുകയും ചെയ്തിരുന്നു MSS. അത് നിശ്ചയിച്ച ദിവസം ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനായ തങ്ങളെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഇത് MSS മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, നമുക്കത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഒന്നിച്ച് വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യാമെന്ന് പറയുകയും അതിനനുസരിച്ച് തങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ചുകൊണ്ട് കോഴിക്കോട് ഈസ്റ്റ് അവന്യൂവിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. അന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം, ഇത് കേവലം ഒരു മുസ്ലിം വിഷയമല്ല, ഇത് രാജ്യത്ത് ഭരണഘടനാപരമായി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുസമൂഹത്തിൻ്റെ വിഷയമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് എനിക്കിപ്പോഴും സൂചിപ്പിക്കാനുള്ളത്. അതാണ് കാരണം, കാലാകാലങ്ങളായി മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മുസ്ലിങ്ങൾ അപകടകാരികളാണെന്ന് വരുത്തി തീർക്കാനുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ മുസ്ലിം ജനസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ, അവർ മോശമായി പ്രതികരിക്കത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുന്ന സംഘ് പരിവാർ നിയന്ത്രിതമായ ഒരു ഭരണകൂടമാണ് നിലവിലുള്ളത്. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്പറാണ് ഈ വഖഫ് ബോർഡ് വിഭജനം എന്ന് പറയുന്നത്, വഖഫ് ബോർഡ് നിയമ ഭേദഗതി എന്ന് പറയുന്നത്. വളരെ സെൻസിറ്റീവായി കൊണ്ട് മുസ്ലിങ്ങൾ എടുക്കുന്ന ഈ ഒരു കാര്യമെന്നുള്ള നിലക്ക്, ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമെന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ പ്രതികരിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുകയാണ്. ഇത് വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. ആ വിശ്വാസത്തിൻ്റെ മേലെയുള്ള ഏത് കടന്നുകയറ്റത്തെയും അത് രാജ്യത്തെ മൗലികാവകാശത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് കാണേണ്ടത്. മൗലികാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ളൊരു കടന്നുകയറ്റത്തെ അതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ ബഹുജനങ്ങളാണ്. അതുതന്നെയാണ് നാം പാർലമെൻറ്റിൽ കണ്ടത്. ബഹുമാനായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതികരണം തന്നെ ഉള്ളത് കൊണ്ട് മാത്രമാണ് JPC എന്നൊരു സംവിധാനം പോലും ഉണ്ടായത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിയമം പാസ്സാക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ശക്തമായ എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു JPC എങ്കിലും ഉണ്ടായിരിക്കുന്നത്. ഇത് രാജ്യത്തുടനീളം തന്നെ ഇതിനെതിരായിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കത്തക്ക രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതുപോലെ എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ട് ഇതിനെ പ്രതികരിക്കുകയും വേണം. കേവലം ഒരു ചർച്ച കൊണ്ടോ കേവലം ഒരു പ്രതിഷേധം കൊണ്ടോ നിർത്തേണ്ട പ്രശ്നമല്ല. കണ്ടിന്യൂസായി ഇതിന് പിന്നാലെ തന്നെ ഇതിൻ്റെ പ്രതികരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ കാര്യങ്ങൾക്ക് നാം അജണ്ടകൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പം ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് മാത്തോട്ടം ശ്മശാനത്തിൻ്റെ രേഖകളൊന്ന് പരിശോധിച്ചു. 5.5 ഏക്കർ സ്ഥലമുണ്ട് മാത്തോട്ടം ശ്മശാനത്തിന്. അതിൻ്റെ രേഖ പ്രകാരം കോർപ്പറേഷൻ്റെതാണ്, കോഴിക്കോട് കോർപ്പറേഷൻ്റെതാണ് സംഭവം. റോഡ് സൈഡിലുള്ള നേരത്തെ നമ്മുടെ സൈനുദ്ദീൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കണ്ണമറമ്പ് ശ്മശാനം പോലെ തന്നെ റോഡ് സൈഡ് തന്നെ ഉള്ളതാണ്. ഒരുപക്ഷെ കോർപ്പറേഷന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കണമെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ അതിന് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കളക്ടർക്ക് അത് ഈ
തിരിച്ചെടുക്കാനും നമുക്കവിടെ ശ്മശാനം നഷ്ടപ്പെടാനും സാധ്യത വരും. ഇതിനൊക്കെ നമുക്കുള്ള രേഖ നേരത്തെ സൂചിപ്പിച്ച പോലെ വഖഫ് ബൈ യൂസറാണ്. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കാലാകാലങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്വത്ത് എന്നുള്ള നിലക്ക് മാത്രമാണ് അത് വഖഫായിട്ടുള്ളത്. അതിന് രേഖകളില്ല. അതുപോലെ വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ പലപ്പോഴും ഈദ്ഗാഹുകളായിട്ട് ഉപയോഗിക്കുന്ന അനേകം ഏക്കർ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ തന്നെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഗ്‌രിബ് നമസ്കാരത്തിന് സമയമായിട്ടുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ കൃത്യമായ പ്രചരണം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ എല്ലാ സംഘടനകളും അവരുടേതായ രീതിയിൽ പ്രയത്നിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന് ഏത് രീതിയിലുള്ള സഹായം നൽകാനും MSS തയ്യാറാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ചർച്ചയോടെ സംഘടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.